വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിമിസ്റ്റ്. കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പനി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു. പിന്നെ വേറെ കുറേ പണികളുണ്ട്. പിന്നെ വീട്ടിൽ കുറച്ച് പണിക്കാരുണ്ട്. അതൊക്കെ കാരണമാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. എനിവേ നമുക്ക് ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ജോട്ടയെ നമുക്ക് നഷ്ടപ്പെട്ടു. അത് ഫുട്ബോൾ ലോകത്തിന് ഒരു തീരാ നഷ്ടമാണ്. ജോട്ടയെ പോലെ അത്രയും കിടിലനായിട്ടുള്ളൊരു പ്ലെയർ സൂപ്പർ സബ്ബൊക്കെ ആയിട്ട് വന്നിട്ട് എത്ര മാച്ചിലാണ് ലിവർപൂളിനെ ജയിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മെമ്മറീസ് ഉണ്ട് നമുക്ക് ജോട്ട എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ. നമുക്ക് ആളെ നഷ്ടപ്പെട്ടു. നമ്മളാകെ ഞെട്ടിപ്പോയി. എല്ലാവരും പറഞ്ഞ പോലെ ആ വാർത്ത കണ്ട് കേട്ടപ്പോൾ അത് ഫേക്ക് ആവണേന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അത് റിയൽ ആയിരുന്നു. ജോട്ടയും അതേപോലെ തന്നെ ജോട്ടയുടെ സഹോദരനും മരണപ്പെട്ടു ആ ഒരു അപകടത്തിൽ. ഇപ്പോൾ ജോട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. അതാണ് ലൈഫ്. അപ്പോൾ ആളുടെ ഫാമിലിക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ആളുടെ പാർട്ട്ണർക്കൊക്കെ ആണെങ്കിൽ തന്നെ ആ ഒരു എന്താ പറയുക, അവർക്ക് ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ക്ലബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിസ്റ്റുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലബ് വേൾഡ് കപ്പിൽ കുറേ മാച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം കാണാനുള്ള സമയവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ ക്വാർട്ടർ ഫൈനൽസൊക്കെ അത്യാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇപ്പം ഫസ്റ്റ് ടീമായിട്ടുള്ള ഫ്ലൂമിനൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലൂമിനൻസ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ടീമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അവരുടെ ഗോൾ കീപ്പർക്ക് പ്രായം 44ആണ്. പക്ഷേ ആള് കളിക്കുന്ന കളി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് തോന്നുക. ഒരു 10-31 വയസ്സായിട്ടുള്ളൊരു മനുഷ്യൻ അവിടെ നിന്നിട്ട് പറന്ന് കളിക്കുന്ന പോലത്തെ കളിനാണ് ആ ചങ്ങായി കളിക്കുന്നുള്ളത്. അതേപോലെ തന്നെ ടീമിൻ്റെ ലീഡർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടീമിൻ്റെ നട്ടെല്ലാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിയാഗോ സിൽവയാണ്. ഇപ്പോൾ മാനേജറുടെ ഡിസിഷൻസിൽ പോലും തിയാഗോ സിൽവ ഇടപെടുന്നു, മാനേജറെ കറക്റ്റ് ചെയ്യുന്നു. മാനേജർ തിയാഗോ സിൽവ എന്ന് പറയുന്ന പ്ലെയർ പറയുന്നത് കേൾക്കുന്നു, അത് ഗ്രൗണ്ടിൽ നടപ്പാക്കുന്നു, മത്സരം വിജയിക്കുന്നു. സിൽവനെ പോലത്തെ ഒരു ലീഡർ, ഒരു പ്രോപ്പർ ലീഡർ ഒരു പ്രോപ്പറായിട്ട് ഗെയിം റീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് ആണത്. ആളടുന്ന് നമുക്ക് കുറേ ഇൻസൈറ്റ്സ് കിട്ടും, മാനേജർക്ക് ഇൻസൈറ്റ്സ് കിട്ടും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടും കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആളാണ് ഈ ഒരു ടീമിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. ആൾക്ക് 40 വയസ്സ് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും തിയാഗോ സിൽവ പ്രൈമിൽ പന്ത് തട്ടുന്ന പോലെയാണ് നമുക്ക് പേഴ്സണലി തോന്നിപ്പോവുക. ഓക്കെ, ഫ്ലൂമിനൻസിൻ്റെ ഇതുവരെയുള്ള ജേണി എന്ന് പറയുന്നത് കിഡിലൻ ജേണിയാണ്. അവർ അൽ ഹിലാലിനെ പരാജയപ്പെടുത്തി, അവർ അതേപോലെ തന്നെ ഇന്റർ മിലാനെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനത്തെ വമ്പന്മാരൊക്കെ തോൽപ്പിച്ചിട്ടാണ് അവർ അവസാനം ഇപ്പോൾ സെമി ഫൈനലിൽ എത്തി നിൽക്കുന്നത്. അതും അവരൊരു സൗത്ത് അമേരിക്കൻ ടീമാണെന്ന് ആലോചിക്കണം. അൽ ഹിലാലിനെ പോലത്തെ ടീമിനൊക്കെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അൽ ഹിലാലിനൊക്കെ ടോപ്പ് പ്ലേയേഴ്സ് ഉണ്ട്. ഇന്ററിലും ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവിടെ ഒരു മാനേജറിയൽ ചേഞ്ച് വന്ന് അവിടെ ചെയ്യുമോ എന്ന് വിചാരിക്കാം. ആ ഇന്റർത്തെ മാനേജർ പഹയൻ അൽ ഹിലാലിലാണുള്ളത്. ആളുടെ ഫുട്ബോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അങ്ങനത്തെ ഒരു ടീമിനെ തോൽപ്പിക്കുക, ഇൻസാക്കിന്റെ ടീമിനെ ഔട്ട് പ്രസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണത് സാധിക്കുക? പക്ഷെ അത് അവർ ചെയ്തു, വൃത്തിക്ക് ഗ്രൗണ്ടിൽ നടപ്പിലാക്കി. പിന്നെ അവരുടെ ഒരു സ്ട്രൈക്കർ ഉണ്ട്, ക്യാനോ, അവരൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ടോട്ടലി ആസ് എ ടീം എന്നുള്ള രീതിയിൽ ടോപ്പ് പെർഫോമൻസ് ആണ് അവർ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പേസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത പേസാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂമിനൻസ് നമുക്കിതിലിപ്പം സെമി ഫൈനലിലേക്ക് വരുമ്പോൾ ഒരു ടീമിനും എഴുതി തള്ളാൻ വേണ്ടി പറ്റൂല. പേഴ്സണലി എൻ്റെ ആഗ്രഹം ഫ്ലൂമിനൻസ് ഫൈനലിലെത്തി കാണണമെന്നാണ്. എനിവേ ലെറ്റ്സ് സീ. ആരും എഴുതി തള്ളാൻ വേണ്ടി പറ്റൂല. ഫ്ലൂമിനൻസ് ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റൂല. പിന്നെ മറ്റൊരു ടീം എന്ന് പറയുന്നത് ചെൽസിയാണ്. ചെൽസി സെറ്റായിട്ടുണ്ട്. ചെൽസി ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ അവർ പാൽമിറാസിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അത് ചെൽസി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിനെസ് തന്നിട്ടുള്ളൊരു മാച്ചായിരിക്കും. കാരണം അത്രയും നന്നായിട്ടാണ് ത്രൂ ഔട്ട് ദ മാച്ച് ചെൽസി കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അവിടെ കോൾവിലിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും, മിഡ്ഫീൽഡിൽ എൻസോൻ്റെ പെർഫോമൻസ് ആണെങ്കിലും, അതുപോലെ തന്നെ പെട്രോ നെറ്റോൻ്റെ പെർഫോമൻസ് ആണെങ്കിലും, ഏത് പ്ലെയർ എടുക്കാം, നമ്മുടെ കോൾ പാമർ എടുക്കാം. കോൾ പാമർ അടിച്ച ഗോൾ നോക്കാം. ആ ഒരു പാസ് വരുന്നു, ആൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ടേൺ ചെയ്യുന്നു, ഷോട്ട് പോസ്റ്റിലേക്ക് ഫയർ ചെയ്യുന്നു, ഗോളായിട്ട് മാറുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ് നമ്മുടെ എസ്താവോ വില്യൻ്റെ കാര്യം. എസ്താവോ വില്യനും ആ ഒരു മാച്ചിൽ ഗോൾ അടിക്കുന്നുണ്ട്. പാൽമിറാസിന് വേണ്ടിയിട്ടാണ് ആൾ ഗോൾ അടിക്കുന്നത്. ആൾ ഉടനെ ചെൽസിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന പ്ലെയറാണ്. അതൊരു കിഡിലൻ ഗോളായിരുന്നു കേട്ടോ. ആ ഒരു ആംഗിളിൽ നിന്ന് അങ്ങനെ അടിച്ച് കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ആളത് വൃത്തിക്ക് ചെയ്തു. അത് സേവ് ചെയ്യാനൊക്കെ ഇത്തിരി പാടാണ്. കാരണം എക്സാക്റ്റ് ബാർ തട്ടിട്ട് പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് കയറാണ്. അതാരും പ്രതീക്ഷിക്കില്ല. അവിടുന്ന് ഒരു ക്രോസ് ഒക്കെ ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുക, അവിടുന്ന് ഒരു ഷോട്ട് ആരും പ്രതീക്ഷിക്കില്ല. അങ്ങനെ എസ്താവോ വില്യനും തിളങ്ങി.
അതും ചെൽസിനെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ രസമുള്ള ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാലോ ഗുസ്തോന്റെ പെർഫോമൻസ് എടുത്തു പറയണം. പിന്നെ ഇപ്പം മിഡ്ഫീൽഡിലേക്ക് നമ്മുടെ ആൻഡ്രെ സാന്റോസ് വന്നു. ഇപ്പോൾ നമ്മൾ മരസ്കൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മരസ്ക പലപ്പോഴും മിഡ്ഫീൽഡിൽ കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ റീസ് ജെയിംസിനാണ്. അതൊരു മണ്ടത്തരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിറ്റായിട്ട് ഒരു 6 മാസമൊക്കെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ദ ബെസ്റ്റ് റൈറ്റ് ബാക്ക് എന്ന് പറയാൻ പറ്റുന്ന റീസ് ജെയിംസിനെ കൊടുന്ന് മിഡ്ഫീൽഡിൽ ഇട്ടിട്ട് ആളുടെ കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് പലപ്പോഴും ഈ ചങ്ങായി ചെയ്യാറുള്ളത്. ആര്? എൻസോ മരസ്ക. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ആ പ്ലെയർക്ക് പകരമായിട്ട് അവിടെ അവസരം കിട്ടുകയാണ്. അതായത് ഒരു അവസരം വീണ് കിട്ടുമല്ലോ, അങ്ങനത്തെ ഒരു അവസരം ആൻഡ്രോ സാന്റോസിന് കിട്ടുകയാണ്. സാന്റോസ് ആദ്യമായിട്ടാണ് ചെൽസിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗംഭീര പെർഫോമൻസ് ആണ് ആൾ പാൽമെറാസിനെതിരെ പുറത്തെടുത്തിട്ടുള്ളത്. സൂപ്പർ പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ല. ഡീപ്പിൽ നിന്നിട്ട് ആൾ വളരെ മനോഹരമായിട്ട് കളി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡിഫെൻസീവ്ലി ആണെങ്കിലും ഒഫെൻസീവിലൊക്കെ ആണെങ്കിൽ തന്നെ ആൾ നല്ല പണിയെടുക്കുന്നുണ്ട്. ടോപ്പ് പെർഫോമൻസ് ആണ് ആൾ നടത്തിയിട്ടുള്ളത്. ഒരുപാട് അപ്രീസിയേഷൻ അർഹിക്കുന്നുള്ള പ്ലെയറാണ്. പിന്നെ കുക്കുറയൊക്കെ ആസ് യൂഷ്വൽ, കുക്കുറയെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. കുക്കുറയൊക്കെ ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് കോൾവില്ല് ഉണ്ടായിരിക്കില്ല, അതാണ് പ്രശ്നം. അപ്പോൾ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാം ചലാബയും അതുപോലെ തന്നെ ഡോസിനും ആയിരിക്കും, അങ്ങനെയാണ് തോന്നുന്നത്. സോ കോൾവില്ല് സ്റ്റാർട്ട് ചെയ്യാത്തത് എങ്ങനെയായാലും ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഫൈനൽ തേർഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്താ പറയുക, മദ്വെക്കെ ഉണ്ട്, ജാക്സൺ ഉണ്ട്, അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ജാവോ പെഡ്രോ അടിപൊളിയായിട്ട് കളിച്ചു ഈ ഒരു മാച്ചിൽ, പറയാതിരിക്കാൻ വയ്യ. സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്, നല്ല ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവന്നു. സോ പ്രോമിസിങ് ആണ്. അതുപോലെ തന്നെ ഫൈനലിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മുടെ മറ്റേ ചങ്ങായി ഉണ്ടല്ലോ ഡെലാപ്പ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും ജാവോ പെഡ്രോ ഈ ഫോമിൽ കളിക്കുകയാണെങ്കിൽ ജാവോ പെഡ്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഡെലാപ്പിനപ്പുറം. സോ അതത്ര വറിയിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എനിക്കും തോന്നുന്നില്ല. ഫാൻസിൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ കേൾക്കുമ്പം അവർക്കും വലിയൊരു കൺസേൺ ആയിട്ട് അത് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ചെൽസിനെ കുറിച്ച് പറയാനുള്ളത്. ചെൽസി വേഴ്സസ് ഫ്ലൂമിനൻസി മാച്ചാണ് സെമി ഫൈനലിൽ നടക്കുക. അൺപ്രഡിക്റ്റബിൾ ആണ്. ഫ്ലൂമിനൻസ് ഒരു ബ്രസീലിയൻ സൈഡാണ്. ഒരിക്കലും ബ്രസീലിയൻസിനെ എഴുതി തള്ളരുത്, അവർ എന്ത് അത്ഭുതവും ഗ്രൗണ്ടിൽ കാണിക്കും, അതാണ്. പിന്നെ നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ റയൽ വേഴ്സസ് PSG ആണ്. അതെന്തായാലും ഒരു 1.5 മാച്ചായിരിക്കും. ഇപ്പോൾ റയൽ ആരെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്? ഡോർട്ട്മുണ്ടിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലത്തെ റയൽ മാഡ്രിഡിന്റെ മാച്ച് നോക്കുകയാണെങ്കിൽ പ്രോപ്പർ സാബി ബോളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയൽ ഗ്രൗണ്ട് അങ്ങോട്ട് കത്തിക്കായിരുന്നു. ഫ്ലൂയിഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഭയങ്കര ഫ്ലൂയിഡായിട്ട്. ഫ്രാൻ ഗാർഷ്യനൊക്കെ ഫ്രാൻ ഗാർഷ്യക്ക് എന്ത് കളി ലെഫ്റ്റ് സൂപ്പർ സ്ട്രോങ്. ശരിക്കും അവിടെ ലെഫ്റ്റ് വിങ്ങർ പോലെ പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഫ്രാൻ ഗാർഷ്യയാണ്. ഒരു രക്ഷയില്ലാത്ത കളിയാണ് ഫ്രാൻ ഗാർഷ്യ അവിടെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് ഒരു ഗോൾ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് മറ്റൊരു ഗാർഷ്യനെ കുറിച്ചാണ്, ഗോൺസാലോ ഗാർഷ്യയാണ് നിലവിൽ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത്. ഗോൺസാലോ ഗാർഷ്യ എനിക്ക് തോന്നുന്നു അക്കാഡമിയിൽ നിന്ന് അങ്ങനെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലെയറെ പെട്ടെന്ന് ക്ലിക്കാവുന്നു. ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ ടീമിൻ്റെ എന്താ പറയുക വിധി എഴുതുന്ന ഒരു പ്ലെയറായിട്ട് ഗോൺസാലോ ഗാർഷ്യ മാറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാബി അലോൺസോക്ക് വേണ്ട ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കറാണ് ഗോൺസാലോ ഗാർഷ്യ എന്ന് പറയുന്നത്. ആള് ഓൺ പൊസിഷനിൽ എത്തുന്നുണ്ട് കൃത്യമായിട്ട്. ഇപ്പോൾ ഇന്നലെ റയൽ അടിച്ച ഫസ്റ്റത്തെ ഗോൾ ഒന്ന് നോക്കുക, അവിടെ അളന്ന് മുറിച്ച ബോളാണ് അർദ്ധ ഗ്യൂളർ കൊടുത്തിട്ടുള്ളത്. ആ ബോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് പെർഫെക്റ്റ് എന്ന് പറയുമല്ലോ, പിച്ച് പെർഫെക്റ്റ് ബോളാണ് അവിടെ ഗ്യൂളർ കൊടുത്തിട്ടുള്ളത്. ഗ്യൂളറിന് ആ ബോള് പിച്ച് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അവിടെ പിച്ച് പെർഫെക്റ്റ് പൊസിഷനിലാണ് ഗോൺസാലോ ഗാർഷ്യ നിൽക്കുന്നത്. പൊസിഷനിങ് പെർഫെക്റ്റ് ആയിരുന്നു. പൊസിഷനിങ് അവിടെ പീക്ക് പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോസ്റ്റിലേക്ക് കയറ്റേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അങ്ങനെ ഗോൺസാലോ ഗാർഷ്യ ഗോൾ നേടുന്നു, അത് സെറ്റായി. പിന്നെ ട്രെൻഡിൻ്റെ അസിസ്റ്റിലാണ് അവിടെ നമ്മുടെ ഫ്രാൻ ഗാർഷ്യ ഗോൾ നേടുന്നത്. പിന്നെ ഒരു ഗോളൊക്കെ പിന്നെ എംബാപ്പെ ഒന്ന് ഗോൾ നേടുന്നുണ്ട്. അതേപോലെ തന്നെ ഡോർട്ട്മുണ്ട് 2 ഗോൾ തിരിച്ചടിക്കുന്നുണ്ട്. അത് ആ 90 മിനിറ്റിന് ശേഷം ഉണ്ടായ കെയോട്ടിക് അവസ്ഥയാണ്. പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ റയൽ ഭയങ്കര ഡോമിനൻ്റ് ആയിട്ട് കളിച്ചൊരു മാച്ചായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സാബി ബോൾ എന്ന് പറയുന്നത്
യൂറോപ്പിനൊന്ന് പിടിച്ചു കുലുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഇവരുടെ അടുത്ത് അത്രയും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. ബെല്ലിംഗ്ഹാം ഒക്കെ ഇപ്പോഴും മരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ റൂഡിഗർ തിരിച്ചു വന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഡീൻ ഹുയ്സൺ. എന്ത് കളിയാണ്! ഡീൻ ഹുയ്സണൊക്കെ എന്ത് കൂളായിട്ടാ പാസ് കൊടുക്കുന്നത്. ബാക്കിന്ന് ബോള് കാലിൽ കിട്ടുന്നു, ബോളൊന്ന് നീക്കുന്നു, എന്താ പറയാ, ഇങ്ങനെ ആള് കറക്റ്റ് പ്ലെയറിനെ എണ്ണി മാർക്ക് ചെയ്തിട്ട് അവിടേക്കൊരു ബോൾ കൊടുക്കുകയാണ്. ലോങ് ബോൾ, ഭയങ്കര രസമുള്ള ലോങ് ബോൾ. ആൾക്ക് എങ്ങനെയാണ് ഇത്ര ഈസി ആയിട്ട് ലോങ് ബോൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൈനിങ് ട്രൂലി ഒരു ഗെയിം ചേഞ്ചറായി മാറി എന്ന് പറയാം. കാരണം റയലിന്റെ ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ലോങ് ബോൾസ് സ്പ്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലെയർ ഇല്ല. അപ്പം അതായത് ഒരു പ്രോപ്പർ മോഡേൺ സെൻറ്റർ ബാക്ക് റയലിന്റെ ഡിഫൻസിൽ പലപ്പോഴും മിസ്സിംഗ് ആയിരുന്നു. അതിപ്പം അവർ കൃത്യമായിട്ട് നികത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ട് അവർക്ക് എന്തായാലും ഈ ഒരു സീസണിൽ കിട്ടും, അപ്കമിങ് സീസണിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അങ്ങനെ ടോട്ടലി റയൽ ആസ് എ ടീം നോക്കുകയാണെങ്കിൽ ടോപ്പ് പെർഫോമൻസ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടൂർണമെൻറ്റിലെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് അവർ. PSG കഴിഞ്ഞാൽ ഫേവറേറ്റ്സ് അവർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ PSG കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്നലെ PSG ആരെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്? PSG ബയേണിനാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബയേൺ അത്യാവശ്യം നന്നായിട്ട് കളിച്ച ഫസ്റ്റ് ഹാഫാണ്. നമ്മൾ ഈ ഒരു സീസണിൽ അധികവും PSG ആരും ഔട്ട് പ്ലേ ചെയ്ത് കാണാറ് ഇല്ല. ഔട്ട് പ്രസ് ചെയ്യുക, അതൊക്കെ ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ എന്നാൽ ഫസ്റ്റ് ഹാഫിൽ ബയേൺ അത്യാവശ്യം ആ കളി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് PSG നന്നായിട്ട് പ്രസ് ചെയ്യാം, PSG മേലെ മിഡ്ഫീൽഡിൽ ആധിപത്യം നേടാം, ഇതൊക്കെ അവർ വളരെ വൃത്തിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബയേൺ മ്യൂണിക്ക്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അവിടെ കെയിൻ്റെ മിസ് വരുന്നു. കെയിൻ്റെ മിസ്സിൽ അവിടെ ഒരു ഗോള് നേടുന്നു. പിന്നീട് ഒരുപാട് ഇൻസിഡൻസ് മാച്ചിൽ ഉണ്ടാവുന്നുണ്ട്. അത് തന്നെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജമാൽ മുസിയാലൻ്റെ ആ എന്താ പറയുക ആംഗിൾ ട്വിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവമാണ്. ആളുടെ ആംഗിൾ ട്വിസ്റ്റ് ആയിപ്പോയി. ഇനി എന്തായാലും 7 മാസം എടുക്കും എന്നാണ് തോന്നുന്നത് അത് റെഡി ആയി വരാൻ. അതെന്തായാലും വല്ലാത്തൊരവസ്ഥ ആയിപ്പോയി. ലോകത്തിലെ തന്നെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിൽ ഒരാളാണ് ജമാൽ മുസിയാല. ആ പ്ലെയർക്ക് ഇങ്ങനെ നിരന്തരം ഇഞ്ചുറി വരുന്ന കാരണം എന്താ പറയുക, ആൾക്ക് തൻ്റെ ടാലൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഇന്നലത്തെ മാച്ചിൽ അതുവരെ ആൾ ഗംഭീരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് അത്രയും ഗുരുതരമായിട്ടുള്ളൊരു ഇഞ്ചുറി ആൾക്ക് വരുന്നത്. ഹീസ് റിയലി അൺലക്കി. ഇല്ലാതെ ഇപ്പോൾ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ മുസിയാല പോയതോടെ പിന്നെ ടീമിൻ്റെ ആ ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്. സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി ബെറ്റർ ആയിട്ട് PSG കളിക്കുന്നുണ്ട്. ഡൊന്നറുമ്മൻ്റെ പെർഫോമൻസ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് പാച്ചോൻ്റെ ഒക്കെ പെർഫോമൻസ് ആണ്. പാച്ചൊക്കെ ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ പാച്ചോക്ക് നെക്സ്റ്റ് ലെഗിലേക്ക് വരുന്ന സമയത്ത്, അല്ല സെമി ഫൈനലിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുകയാണ്? സസ്പെൻഷൻ കിട്ടുകയാണ്. സെമി ഫൈനലിൽ പാച്ച് ഉണ്ടാവില്ല. അതെന്തായാലും വലിയ നഷ്ടമായിരിക്കും. മിക്കവാറും അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൂക്കാസ് ബെറാൾഡോ എന്ന് പറയുന്ന ബ്രസീലിയൻ പ്ലെയർ ആയിരിക്കും. എനിവേ ലെറ്റ്സ് സീ. കൂടെ മാർക്കിഞ്ഞോസ് ആണ് ഉണ്ടായിരിക്കുക. പിന്നെ ന്യൂനോ മെൻഡസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത കളിയാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ഓപ്പോസിറ്റ് ആര് വന്നു കഴിഞ്ഞാലും എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ന്യൂനോ മെൻഡസിന് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട്. ആളത് നടപ്പിലാക്കുന്നുണ്ട്. എന്നാലും ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സമയം ആള് ഒളീസിന്റെ മുന്നിൽ സഫർ ചെയ്തെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ആള് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെംബലെ. ടീം 9 പേരായിട്ട് ചുരുങ്ങിയ ശേഷം PSG 9 പേരായിട്ട് ചുരുങ്ങുന്നു. അവിടെ ആന്റണി ടൈലർ കിടന്ന് വിളയാടുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാണികൾക്ക് യെല്ലോ കൊടുത്തോന്ന് വരെ സംശയമുണ്ട്. എല്ലാവർക്കും കാർഡ് കൊടുക്കുന്നുണ്ട്, 2 റെഡ് കാർഡ് പുറത്തെടുത്തു. അപ്പൊ ഈ 9 പേരായിട്ട് PSG ചുരുങ്ങിയ സമയത്താണ് ഒരു സൂപ്പർ അറ്റാക്കിലൂടെ അവിടെ ഡെംബലെ ഗോൾ നേടുന്നത്. ഡെംബലെ സബ്ബായിട്ടാണ് വന്നത്. ഈ ഒരു വർഷം ബാലൻഡ്യൂർ നേടേണ്ട പ്ലെയർ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെംബലെയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഡെംബലെയാണ് ബാലൻഡ്യൂർ ഡിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ എന്നുള്ളത്. സോ അതാണ് പറയാനുള്ളത്. ഡെംബലൊന്നും ഒരു രക്ഷയില്ല. ഡൊന്നറുമ്മ, അതായത് ഈ ഡൊന്നറുമ്മ മുതൽ ഏറ്റവും ഫ്രണ്ടിൽ ഡെംബലെ വരെ PSG സെറ്റാണ്. PSG വെൽ സെറ്റാണ്. ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ അവർക്ക് കുറച്ച് മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ അവർ തിരുത്തി. 9 പേരായിട്ട് ചുരുങ്ങിയിട്ടും അവർ 2 ഗോൾ ജയിച്ചു. അതാണ് PSG എന്ന് പറയുന്നത്. ഓക്കെ, ലൂയിസ് എൻറിക്കേന്റെ PSG. അപ്പൊ ഈ ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റയൽ വേഴ്സസ് PSG മാച്ചിലെ വിന്നർ ഈ ഒരു ട്രോഫി അടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്നാലും ഞാൻ ഏറ്റവും ടോപ്പിൽ എൻ്റെ ഫേവറേറ്റ്സ് ആയിട്ട് വെക്കുന്നത് PSG-നാണ്.
PSG കഴിഞ്ഞ് കഴിഞ്ഞാൽ റയൽ, ദെൻ ഫ്ലുമിനൻസ്, ദെൻ ചെൽസി, ദെൻ ഫ്ലുമിനൻസ് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ഫ്ലുമിനൻസ് എല്ലാവരും തോപ്പിച്ച് കപ്പടിച്ച് കഴിഞ്ഞാലും ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം ഫുട്ബോൾ എപ്പോഴും നമുക്ക് അണ്ടർഡോഗ് സ്റ്റോറീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതാണ് പറയാനുള്ളത്. എന്തായാലും സെമി ഫൈനൽസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പം ഇത് തന്നെ കുറച്ച് കീ ആയിട്ടുള്ള ആബ്സെൻറ്റീസ് ഉണ്ട്, അതാണ് വലിയ പ്രശ്നമായിട്ട് മാറാൻ വേണ്ടി പോകുന്നത്. PSG സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു നമ്മുടെ പാച്ചോ പുറത്താണ് സെമി ഫൈനലിലേക്ക് എത്തുന്ന സമയത്ത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ലോസ് ആണ്. അപ്പോൾ അതേപോലെ ചെൽസിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്തും എനിക്കൊന്ന് കോൾവിലും ഡെലാപ്പും ഔട്ടാണ്, അതും ഇത്തിരി പ്രശ്നമാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ്സ്, എന്താണ് നിങ്ങളുടെ സെമി ഫൈനൽ പ്രഡിക്ഷൻ, കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.